ഇന്ന് പലരും ആൾക്കൂട്ടവുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു. ആൾക്കൂട്ടം അംഗീകരിക്കപ്പെടാനും പ്രധാനപ്പെട്ടവരാണെന്ന് തോന്നാനും വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ പിന്തുടരുന്നു. എന്നാൽ ദൈവത്തിന്റെ മക്കൾക്കായുള്ള ദൈവത്തിന്റെ പദ്ധതി വ്യത്യസ്തമാണ്. വ്യത്യസ്തരാകുമ്പോൾ ദൈവസന്നിധിയിൽ ബഹുമാനമുണ്ട്. ലോകത്തെ പകർത്തുന്നതിന് പകരം ദൈവത്തിന്റെ വഴികൾക്ക് അനുസൃതമായി ജീവിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ പാത തെരഞ്ഞെടുക്കുമ്പോൾ മറ്റൊന്നിനും നൽകാൻ കഴിയാത്ത ലക്ഷ്യവും മൂല്യവും സമാധാനവും നിങ്ങൾക്കുണ്ടാകും. ജീവിതത്തിന് അർത്ഥമുണ്ടാകാൻ നിങ്ങൾ ആൾക്കൂട്ടത്തെ പിന്തുടരേണ്ടതില്ല. ദൈവത്തിന് നിങ്ങൾക്കായി ഒരു പദ്ധതി ഉള്ളതിനാൽ നിങ്ങൾ സ്പെഷ്യലാണ്. കാലത്തിന്റെ പ്രവണതകളിലോ അനാരോഗ്യകരമായ ശീലങ്ങളിലോ നമ്മുടെ ജീവിതം പാഴാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ ദിവസവും ദൈവത്തിന്റെ ഇഷ്ടം കണ്ടെത്തി ജീവിക്കുന്നതിനാലാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്തുന്നത്. വ്യത്യസ്തരാകുക എന്നാൽ ലോകം അംഗീകരിക്കുന്ന കാര്യങ്ങളോടും ദൈവം അംഗീകരിക്കാത്ത കാര്യങ്ങളോടും വേണ്ട എന്ന് പറയുക എന്നാണ് അർത്ഥമാക്കുന്നത്. വ്യത്യസ്തരാകുക എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെയും പ്രവൃത്തികളെയും വാക്കുകളെയും സംരക്ഷിക്കുക എന്നതാണ്. അത് യേശുവുമായി അടുത്ത ബന്ധം പുലർത്തുക, സംതൃപ്തരായിരിക്കുക, കർത്താവിൽ ശക്തി കണ്ടെത്തുക എന്നിവയാണ്. ദൈവത്തെ കൂടാതെ ജനക്കൂട്ടത്തോടൊപ്പം പോകുന്നതിനേക്കാൾ ദൈവത്തോടൊപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ലത്. റോമാലേഖനം 12-ാമത്തെ വാക്യത്തിൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. എന്റെ ഉപദേശം ദൈവത്തിന് വേണ്ടി വ്യത്യസ്തനായിരിക്കുന്നതിൽ അഭിമാനിക്കുക. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഭയപ്പെടരുത്. ലോകം രസകരമെന്ന് കരുതുന്നതിനെ പിന്തുടരുന്നതിന് പകരം ദൈവഹിതം അന്വേഷിച്ച് എല്ലാ ദിവസവും കർത്താവിനോടൊപ്പം നടക്കുക. നിങ്ങളിലെ അതുല്യത ഒരു സമ്മാനമാണ്. അത് നന്മയ്ക്കായി ഉപയോഗിക്കുക. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിനാലാണ് യഥാർത്ഥ ബഹുമതി ഉള്ളതെന്ന് ഓർമ്മിക്കുക. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.